മഹാരാഷ്ട്രയിൽ രണ്ടിൽ മൂന്ന് ഭൂരിപക്ഷത്തോടുകൂടി നമുക്കറിയാം BJP നയിക്കുന്ന സഖ്യം അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. വലിയ തോതിൽ അവിടെ ഇന്ത്യ മുന്നണി തകർന്നടിഞ്ഞിരിക്കുന്നു. ആ ഇന്ത്യ മുന്നണിയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്ന് കോൺഗ്രസ് ആയിരുന്നു, രണ്ടാമത്തേത് നമുക്കറിയാം ശരത് പവാർ ആയിരുന്നു, മൂന്നാമത്തേത് ഇപ്പോൾ മറ്റേ മാമോദീസ മുങ്ങി മതേതരനായിട്ടുള്ള ബാൽ താക്കറെയുടെ പാർട്ടി ശിവസേനയായിരുന്നു, ഉദ്ധവ് താക്കറെ ആയിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പോടുകൂടി ഉദ്ധവ് താക്കറെയുടെയും അതുപോലെ തന്നെ നമ്മുടെ ശരത് പവാറിൻ്റെയും ഒക്കെ പ്രാധാന്യം വളരെയധികം കുറഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്രയിൽ. വലിയ തോതിലുള്ള വിജയമാണ് BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ ഇവിടെ ചാർജ് ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്കും ഇത് വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാകാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കാരണം 4 മാസങ്ങൾക്ക് മുമ്പ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കിയതാണ് ഇന്ത്യ മുന്നണി. നമുക്കറിയാം 30-ലധികം സീറ്റുകൾ നേടിയതാണ്. 48 സീറ്റാണുള്ളത്. അതായത് നമ്മുടെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിൽ ഒരുപക്ഷെ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് മഹാരാഷ്ട്ര. അപ്പോൾ അവിടെ വലിയ നേട്ടമുണ്ടാക്കിയ മുന്നണി 4 മാസങ്ങൾ കഴിയുമ്പോൾ ഇത്തരമൊരു അടിയിൽ പകച്ചു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം എന്ന് പറയുന്നത്. എനിക്ക് കോൺഗ്രസ് നേതൃത്വത്തോടൊക്കെ പറയാനുള്ളത്, നിങ്ങളിങ്ങനെ പകച്ചു നിന്നിട്ട് കാര്യമില്ല. ഇക്കാലത്തെ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ കൃത്യമായി വന്നേ പറ്റൂ. നമുക്കറിയാം, ഗോവയിൽ തന്നെ മത്സരമുണ്ടായപ്പോൾ ആ മത്സരമുണ്ടാകുന്ന സ്ഥാനാർത്ഥികളെയും കൊണ്ടുപോയി അമ്പലത്തിലും പള്ളിയിലും അതുപോലെ മോസ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ പാർട്ടി മാറില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയും അതൊക്കെ കഴിഞ്ഞിട്ട് അത് പോയിട്ടുള്ള ആളുകൾ തന്നെ വീണ്ടും പാർട്ടി മാറുകയൊക്കെ ചെയ്യുന്ന പല പരിപാടികളൊക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ ചെയ്തത് കോൺഗ്രസ്സാണ്. ഈ കോൺഗ്രസ് ചെയ്യുമ്പോൾ അന്ന് മാറിയ ആളുകൾ പറഞ്ഞ വാചകങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഗോവയിൽ ആ മാറിയ ആളുകൾ പറഞ്ഞത്, ഞാൻ ഇന്നലെ ചെന്ന് ദൈവത്തോട് ചോദിച്ചു, അപ്പോൾ ദൈവം മാറിക്കോളാൻ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടൻ പരിപാടികളാണ് കോൺഗ്രസ് ഒക്കെ പല സ്ഥലങ്ങളിലും കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി ഏറ്റവും അടുത്തൊരു തെരഞ്ഞെടുപ്പ് എന്നുണ്ടെങ്കിൽ അത് ഹരിയാനയിലാണ്. ആ ഹരിയാനയിൽ വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ അവിടെ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. തീർച്ചയായും കോൺഗ്രസ് അവിടെ വലിയ നേട്ടമുണ്ടാക്കുമെന്നും അധികാരത്തിലേക്ക് വരും എന്നുമാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. ഇനി ആ സഖ്യം ഉണ്ടാക്കിയില്ല, അതിൻ്റെ വിശകലനങ്ങളൊക്കെ ഞാൻ വിശദമായി ചെയ്തത് ഈ ചാനലിൽ കിടക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വീഡിയോ കാണാം ഹരിയാനയെക്കുറിച്ച്. പക്ഷേ അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം ഉണ്ടായിട്ടും ഹരിയാനയിൽ എങ്ങനെ തോറ്റു എന്ന് ചോദിച്ചാൽ, നമ്മുടെ അമിത്ഷായുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം അവിടെ പ്രവർത്തിക്കുകയും ആ സംഘം പ്രവർത്തിക്കുമ്പോൾ ഓരോ സ്ഥലത്തും വോട്ട് ഭിന്നിക്കപ്പെടുന്നതിന് ആരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കി നിർത്തിയാൽ കഴിയുമെന്നവർ കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു MLA സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വോട്ടിൽ ഒരു 10,000 വോട്ട് കുറവുണ്ടാക്കാൻ അവിടെയുള്ള ഏതെങ്കിലും ഒരു സമുദായ നേതാവിന് കഴിയുമെങ്കിൽ അയാൾക്ക് വലിയ തോതിൽ കുറച്ച് ഫണ്ടുകൾ കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ അയാളെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട്, അയാളുടെ എല്ലാ പ്രചരണ പ്രവർത്തനങ്ങൾക്കും കൂടി നമ്മൾ ചുമതല വഹിച്ചുകൊണ്ട് ആ വോട്ടുകൾ ഭിന്നിപ്പിക്കുക. യഥാർത്ഥത്തിൽ അങ്ങനെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ ഭിന്നിപ്പിച്ചുകൊണ്ടാണ് ഹരിയാനയിൽ വലിയ തോതിലുള്ള നേട്ടം യഥാർത്ഥത്തിൽ BJP ഉണ്ടാക്കിയത്. കാരണം അത് നമ്മൾ കൃത്യമായിട്ട് എടുത്തു വെച്ച് നോക്കിയേക്കണം. അതിനുവേണ്ടി ചില ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുക, BSP പോലെയുള്ള ആളുകൾ ഉപയോഗിക്കുക, അതുകൂടാതെ നമ്മൾ അറിയുന്നത് പോലെ ഇതുപോലെയുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുക. അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ഒരു മിഷൻ നടത്തിക്കൊണ്ടാണ് അവർ ജയിച്ചത്. ഇതൊക്കെ തടയാൻ കഴിയാവുന്ന ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് പ്രൊഫഷണലിസത്തിലേക്ക് കോൺഗ്രസ് എത്തുകയല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതിന് കോൺഗ്രസ് ആദ്യം തേടേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കോൺഗ്രസ് മമതാ ബാനർജിയുടെ അടുത്തുനിന്നത് പഠിക്കാനുണ്ട്. കാരണം മമതാ ബാനർജിക്ക് അവിടെ വലിയ തോതിലുള്ള ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ ഉണ്ടായിരുന്നു. മമതാ ബാനർജി എങ്ങനെയാണ് കഴിഞ്ഞ ലോക്സഭയിൽ അതിനെ മറികടന്നത് എന്ന് നമ്മൾ അവിടെ പഠിക്കേണ്ടതാണ്. അതുപോലെ DMK എങ്ങനെയാണ് അതിനെ മറികടന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇത്തരത്തിൽ പല പ്രാദേശിക കക്ഷികളോടും ഏറ്റുമുട്ടി BJP പരാജയപ്പെടുമ്പോൾ കോൺഗ്രസിനോട് മാത്രം നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിൽ അവർ ജയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ലാക്ക് ഓഫ് പ്രൊഫഷണലിസത്തിൻ്റെ ഒരു ബലഹീനത കൊണ്ടാണ്. നമ്മൾ ഇപ്പോൾ ഇത് പറയുമ്പോൾ എല്ലാവരും പറയാം ഭയങ്കര ഐഡിയോളജിയും ഇസവും ഒക്കെ പറയാം. അതൊന്നും പറഞ്ഞിരുന്നിട്ട് ഇന്ത്യയിൽ ഇനി ഒരു കാര്യമില്ല. നേരത്തേക്ക് ഏതെങ്കിലും ആളുകൾ കൂറുമാറുമ്പോൾ, അതൊരു ഡിഫെക്ഷൻ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആളുകളെ ചാക്കിട്ട് പിടിക്കലുണ്ടാകുമ്പോൾ അത് വലിയ മോശമായിട്ടാണ്, നാണക്കേടായിട്ടാണ് കരുതിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് വലിയ ചാണക്യതന്ത്രമായിട്ടും വലിയ സ്ട്രാറ്റജി ആയിട്ടും ആളുകളെ മതപരമായി വിഭജിക്കുന്നതിനെ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങുമായിട്ടൊക്കെയാണ് ആളുകൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഇനിയെങ്കിലും അത് പഠിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതേസമയം നിങ്ങൾ എടുത്തു നോക്കുക, ജാർഖണ്ഡിൽ ഇത് അവിടെ ജയിക്കാൻ കഴിഞ്ഞു JMMന്. അവിടെ BJPക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല.
യഥാർത്ഥത്തിൽ ജാർഖണ്ഡിലാണ് BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകേണ്ടിയിരുന്നത്. കാരണം ജാർഖണ്ഡ് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഒരു തവണ ഒരു പാർട്ടി ഭരിച്ചാൽ അടുത്ത തവണ പ്രതിപക്ഷം ഭരിക്കും, അടുത്ത തവണ മാറി മാറി വരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ പറയുന്ന ഹേമന്ത് സോറനൊക്കെ പിടിച്ച് ജയിലിലിട്ടിട്ട് പോലും അതിന് വലിയ തോതിലുള്ള മാറ്റമുണ്ടായിരിക്കുന്നു. അവിടെ JMMന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു, BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കുറേ കൂടി പ്രൊഫഷണലിസം കോൺഗ്രസ് കൊണ്ടുവരണം. ഞാൻ ഇത്രയും പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ KC വേണുഗോപാലും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും നിരവധി ആളുകളുമൊക്കെ പറഞ്ഞത് ഇലക്ഷൻ അട്ടിമറിക്കപ്പെട്ടോ എന്ന് പറയുന്ന ഒരു സംശയമാണ്. ആ സംശയം ഉന്നയിക്കാം നമുക്ക്. കാരണം അതിൽ ചില ഇലക്ഷൻ അട്ടിമറിക്കപ്പെടും അല്ലെങ്കിൽ ഈ പറയുന്ന EVMൽ കൃത്രിമത്വം കാണിക്കപ്പെടുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടായാൽ അതൊന്നും ഒരു കാരണവശാലും രഹസ്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എപ്പോഴാണെങ്കിലും ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അതൊന്ന് പുറത്ത് പറയും. അത് പുറത്തറിയാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്ത്യ മുഴുവൻ തെരഞ്ഞെടുപ്പ് തന്നെ 10 ലക്ഷം മെഷീനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്നും പ്രാക്ടിക്കലി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ അത് ടാമ്പർ ചെയ്യുക അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനങ്ങളെ അട്ടിമറിക്കുക അല്ലെങ്കിൽ അതിനൊക്കെ തീരുമാനങ്ങളെ സ്വാധീനിക്കുക, ചില പ്രചരണം നടത്തുന്നതിന് ചില ഡേറ്റുകൾ നീട്ടിക്കൊടുക്കുക, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തലൊന്നും പ്രത്യേകിച്ച് നടക്കുന്നൊരു കാര്യമല്ല. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ളൊരു പ്രായോഗിക ബുദ്ധി പലപ്പോഴും ഈ പറയുന്ന കോൺഗ്രസ് കാണിക്കാറില്ല. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന രീതികളിൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ നമ്മുടെ നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവായിട്ടുള്ള പരകാല പ്രഭാകർ, അദ്ദേഹം വലിയൊരു സയൻറ്റിസ്റ്റാണ്, അദ്ദേഹം എക്കണോമിസ്റ്റാണ്. അദ്ദേഹം അതുകൂടാതെ ഈ കഴിഞ്ഞ തവണ തന്നെ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം 220 സീറ്റുകളോളം മാത്രമേ NDAക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് പ്രവചിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില നിഗമനങ്ങളിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ കൃത്യസമയത്തേക്ക് ഈ വോട്ടുകളുടെ എണ്ണം പറയുന്നില്ല, അതുപോലെ പെർസെൻറ്റേജും പറയുന്നില്ല. ഇനി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും കൃത്യമായിട്ട് വോട്ടുകൾ എണ്ണുന്ന സമയത്ത് അതിൽ ചില വ്യത്യാസങ്ങൾ കാണുന്നു എന്നുള്ളതൊക്കെ പരിഹരിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇതുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് നിങ്ങൾ തോൽക്കുന്നത് ഈ പറയുന്ന EVM മെഷീനിലെ കൃത്രിമത്വമോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെട്ടിട്ടോ അല്ല, പകരം ഈ പറയുന്ന അവരെന്താണ് ചെയ്യുന്നതെന്ന് സൂക്ഷ്മമായി പഠിക്കുകയും അതിന് മറുപടി കൃത്യമായി ചെയ്യാൻ കഴിയുകയും ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയോടൊക്കെ പറയാനുള്ളത് ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഹരിയാനയിൽ തൊട്ടു മുമ്പുണ്ടായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചിരുന്നുവെങ്കിൽ മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന കാര്യം സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി നിങ്ങൾ വിളിച്ചു വരുത്തിയതാണ്. KC വേണുഗോപാൽ പറയുന്നൊരു വാചകം കൂടിയുണ്ട്, മുമ്പെങ്ങുമില്ലാത്ത വിധം വളരെ കൃത്യമായി ആളുകളെ നിയോഗിച്ചിരുന്നു, ഇലക്ഷന് വേണ്ടി പണിയെടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ ആ പണി അങ്ങോട്ട് മാത്രം എടുക്കുകയും ആളുകളെ വോട്ട് പെട്ടിയിലാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ മാത്രം പോരാ. പണ്ട് CPMകാരൊക്കെ ചെയ്തിരുന്ന പോലെ, VM സുധീരനെ ആലപ്പുഴയിൽ തോൽപ്പിച്ച പോലെ, അപർണദത്ത് തോൽപ്പിച്ചിരുന്ന പോലെ അതിനേക്കാൾ കുറച്ചുകൂടി വലിയ സ്ട്രാറ്റജികളാണ് അമിത്ഷായും അവരുടെ കീഴിലുള്ള ടീമുമൊക്കെ മാനേജ് ചെയ്യുന്നത് എന്ന് ഇനിയെങ്കിലും പ്രിയപ്പെട്ട KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും ഒക്കെ മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രശാന്ത് കിഷോറിൻ്റെ അടുത്തൊക്കെ പണ്ടെടുത്ത പോലെയുള്ള ഉപദേശങ്ങൾ എടുക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള ഒരു ടീമിനെ തന്നെ നിയോഗിക്കുകയും അതിൽ അവർ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ കേൾക്കുകയും വേണം. അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് ഇങ്ങനെ കരയാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കിട്ടിയ അടി ഇനി മറ്റ് സ്ഥലങ്ങളിലെങ്കിലും കിട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം.